6 മാസത്തിന് ശേഷം കിട്ടിയ സാധനം തുറന്നു നോക്കാൻ. അപ്പോൾ ഞാനിന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ പ്രൊഡക്റ്റ് കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ മൂൺ ഗോഡസ് സ്കോച്ചറിന് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ്. ഞാൻ ഓർഡർ ചെയ്തത് ജൂലൈ 12-നാണ്. ജൂലൈ 12-ന് ഓർഡർ ചെയ്തിട്ട് എനിക്കിത് കിട്ടുന്നത് ഡിസംബർ 21-നാണ്. ഏകദേശം ഒരു 6 മാസത്തോളം ടൈമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു. നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു പേജ്, അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റും, അത് റിവ്യൂ പ്രൊഡക്ട്സും റിവ്യൂ കാര്യങ്ങളൊക്കെ അവരിടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ നമ്മളൊരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്യാൻ നിൽക്കുമ്പം കൊടുക്കുന്ന റേറ്റ് കുറവാണ്, പക്ഷേ അത് നമ്മൾ GSTയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പം കുറച്ച് കൂടുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ ആയിട്ട് എനിക്കൊരു 999 പ്രൊഡക്റ്റാണ്. അത് ഞാൻ ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് 1200 അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തതിന് ശേഷം അവരുടെ പേജിൽ തന്നെ പറയുന്നുണ്ട് ഒരു 30 മുതൽ 90 ദിവസം എടുക്കുന്നു. അപ്പോൾ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമെന്ന് വിചാരിച്ചു, വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇന്ന് അടുത്ത മാസം വരുമായിരിക്കും. അപ്പം അടുത്ത മാസം കാണാത്തപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു. നമുക്ക് ചിലപ്പോൾ അവർ 90 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്നാലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ വേണ്ടേ? റിപ്ലൈ ഇല്ല. ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചു, അതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചു, എന്നിട്ട് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ. അപ്പം അതിനിടയിൽ കൂടി ഇവർ റിവ്യൂസ് ഒക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ അതൊക്കെ ഓക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 3 മാസം, അതായത് ഒരു 90 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എടുക്കുന്നില്ല. അതേപോലെ തന്നെ മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. അതാണ് നമുക്കൊരു കസ്റ്റമർ സർവീസ് എന്ന് പറയും, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നേരം വൈകിയാലും നമ്മളോടൊരു കോൺടാക്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ അത് കോൺടാക്റ്റ് വെക്കുന്നില്ല. അപ്പോൾ ചേച്ചിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഇത്രയും ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ സ്റ്റാഫ്സ് അതും കൂടെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണ്ടേ. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ആ ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ടൊക്കെ കമൻറ്റ് ചെയ്യരുതെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല, വിളിച്ചിട്ട് റിപ്ലൈ ഇല്ല, അങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കമൻറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്ത് ലാസ്റ്റ് ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇന്ന ഇതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ അതെപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ 5-ാമത്തെ മാസം ഡിസംബറിൽ, 5 മാസം കഴിഞ്ഞിട്ട് ഡിസംബറിലാണ് ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചത്. അപ്പം അതുവരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഞാൻ എന്താ ചെയ്തു, കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയപ്പം പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് വീട്ടിലെത്തുകയാണ് ചെയ്തത്. മെസ്സേജ് വന്നപ്പോൾ തന്നെ ഭയങ്കര സമാധാനം. നിങ്ങളുടെ ഷിപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഭയങ്കര സമാധാനം. പ്രൊഡക്റ്റൊക്കെ അടിപൊളി പ്രൊഡക്റ്റാണ്. വളരെ നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ട് അതിൽ പറയുന്നുണ്ട് അത്യാവശ്യം ചുളിവൊക്കെ ഉണ്ടാവും, നമ്മൾ അയൺ ചെയ്ത് റെഡിയാക്കണം. അത് പാക്കിങ്ങിൻ്റെ അതിൽ വരുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ നല്ല ഡ്രസ്സായിരുന്നു. പക്ഷേ എന്താണ് ഇവരുടെ ആ ഒരു ടൈം ലാഗ്, ഒരു 6 മാസം ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിത് വണ്ണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് പറ്റില്ലല്ലോ. അപ്പം എന്താ പറയുക, ഒന്നത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആക്കി മാറ്റണം. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല കൊടുക്കുന്നത്, റെഡി ക്യാഷ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ റെഡി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് കാണിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ, നമ്മൾ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരാമെന്നുള്ളൊരു ഇതുണ്ട്. അത് മാത്രമാണ് എനിക്ക് അവരിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്. പ്രൊഡക്റ്റിൻ്റെ കേസിൽ പക്ക നല്ല പ്രൊഡക്റ്റാണ്. അതും കൂടി ഇമ്പ്രൂവ് ആവട്ടെ, കുറച്ചും കൂടി അത് ബെറ്ററായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം മാത്രമാണ് എനിക്കിത് വീഡിയോ ചെയ്യാൻ തോന്നി. കാരണം വെച്ചാൽ 6 മാസമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നത്. ഇതിൻ്റെ ഓർഡർ ചെയ്ത സമയത്തെ പറയുന്നുണ്ട് 57 വർക്കിംഗ് ഡേയ്സ് മിനിമം, മാക്സിമം 90 വർക്കിംഗ് ഡേയ്സിന്. അപ്പം നമുക്ക് ഓർഡർ ചെയ്തപ്പം 13 ജൂലൈക്ക് കൺഫർമേഷൻ മെസ്സേജ് വന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓർഡർ ചെയ്തത് ഇവിടെ ഓർഡറുടെ ഡേറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ജൂലൈ 12, 2023 ഓർഡർ ചെയ്തത്. ഡിസംബർ 21, 2023 എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ അവർക്ക് അയച്ച മെസ്സേജാണ്. ഒന്നിനും റിപ്ലൈ ഇല്ല, വിളിച്ചിട്ട് ഫോണും എടുത്തിട്ടില്ല. ലാസ്റ്റ് ഞാൻ ആ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടപ്പോഴാണ് ഇന്ന സൈറ്റിൽ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആർക്കും പൈസ വെറുതെ കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് സാധനം കിട്ടാതായപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൈ കിട്ടിയപ്പോഴാണ് സമാധാനമായത്. 6 മാസത്തിന് ശേഷം കിട്ടിയ സാധനം തുറന്നു നോക്കാൻ. നോക്കട്ടെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പാക്കിംഗ് ഒക്കെ കുഴപ്പമില്ല. നല്ലൊരു ഗ്രീറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഓർഡർ ചെയ്ത ഡ്രസ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത പോലെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ നല്ലതാണ്. പക്ഷെ എന്താ പറയുക, ടൈമിംഗ് ആണ്, എടുക്കുന്ന ടൈമിംഗ് ആണ് ഒരുപാട് കൂടുതൽ. ഇട്ടിട്ട് നോക്കട്ടെ. ഇതാണ് ഡ്രസ്സ്. കുറച്ച് ലൂസാണ്, നമ്മൾ ടൈറ്റ് ആക്കണം, ഒന്ന് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടൊന്ന് സെറ്റാക്കാനുള്ളൂ.
ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഡ്രസ്സ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. കുറച്ച് ലൂസാണേ ഉള്ളൂ, വിചാരിച്ചതിനേക്കാളും ലൂസാണ്. അപ്പം നല്ലോണം ഒന്ന് പിടിക്കാനുണ്ട്. പിടിച്ച് കഴിഞ്ഞിട്ട് എന്നാലും കുഴപ്പമില്ല, നല്ല ഡ്രസ്സാണ്. കുറച്ച് ലേറ്റായിട്ട് കിട്ടിയതായാലും നല്ലതാണ്. ക്വാളിറ്റി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു.